പ്രതികരണത്തിലേക്ക് എത്തും. അപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കും. In that one, drug in southern states, among the southern states, this problem was vividly discussed and talked about various programs. There are 2-3 things. One is about the enforcement at the various levels, that is at the peddler level, then about the supplier level and the major networks. That's thing. ഈ 3 കാര്യങ്ങളിൽ we are talking about. Secondly, the awareness program. Thirdly, interagency cooperation, so that we have a jointly and severally responsible action be taken against these persons responsible to break the nexus and also to break the cartels, anything like that. That work is happening, and we had 2-3 meetings with NCB and our state excise, DRI and the local police. We are doing it together. And we also have a regular cooperation and sharing of information with the outside states and other states also, especially Karnataka, Andhra Pradesh and Tamil Nadu. We keep sharing the information in this network. We're taking action in this regard. ആ ന്യൂസ് കിട്ടിയതിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വകുത്തുള്ള അന്വേഷണത്തിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നടപടി ഉണ്ടാവും അതിലേക്ക്. തീർച്ചയായിട്ടും എന്ത് പരാതി വരുവാണെങ്കിൽ അതിൽ നമുക്ക് 100% അന്വേഷിക്കും, അതിൽ ആവശ്യം നമ്മൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും മാന്യമായിട്ട് പെരുമാറ്റം വേണം. അവരുടെ പ്രോപ്പറായിട്ട് കേൾക്കണം. അവർ കാര്യങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു DGP. അതിൽ ഏറ്റവും പ്രധാനമായി ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികളുടെ RSS BJP ബന്ധമെന്ന ആരോപണം, അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പോലീസിന് ആദ്യം ചെയ്യാനുള്ളത് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് രാഷ്ട്രീയ അനുഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കേസിന് ആവശ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ മാത്രം പരിശോധിക്കും എന്നതാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 ADGPമാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന പ്രതിപക്ഷ ആരോപണം, അതിൽ അദ്ദേഹം പറയുന്നത് അന്വേഷണം നടക്കുകയാണ്, കോടതി നിരീക്ഷണത്തിൽ, കോടതി മേൽനോട്ടത്തിലാണ്, നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത് എന്നതാണ് റവാഡ ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.